അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നാളിന് ശേഷം നമ്മൾ കൊല്ലം വാടി ഫിഷിംഗ് ഹാർബറിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് മീനിൻ്റെ വിലകളും കാര്യങ്ങളും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് റേഞ്ച് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സോ ഗൈസ് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ മെയിൻ കൊല്ലം വാടി ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് മെയിനായിട്ടും ഫിഷ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ മെയിനായിട്ടും വലിയ വലിയ മീനുകളൊക്കെ ഇവിടെയാണ് സെയിൽ ചെയ്യപ്പെടുന്നത്. പിന്നെ നൈറ്റ് ടൈമിൽ അപ്പുറത്ത് വേറൊരു ചെറിയൊരു ഹാർബറുണ്ട്. സോ നമുക്കത് കാണിച്ചു തരാം. സോ നിങ്ങൾ കൊല്ലം ബീച്ച് റോഡ് വഴി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാൻഡ് മാർക്സ് കാണാൻ പറ്റും. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊല്ലം മെയിൻ വാടി ഹാർബർ വരുന്നത്. അപ്പോൾ ഗൈസ് മുമ്പ് 2000 രൂപയ്ക്കാണ് മറ്റേ മെയിൻ ഓപ്ഷൻ ആയിരിക്കുന്നത്. സോ അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസാണ് കേട്ടത്. 750 അപ്പോൾ ഗൈസ് കഴിഞ്ഞ മീൻ പോയത് 750 കേട്ടോ ചൂര. സോ എല്ലാവരും അടുത്ത ബോട്ട് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ എന്താണെന്ന് നോക്കാം. ഓക്കെ
സോ ഗൈസ്, അടുത്തതായിട്ട് നല്ല സുന്ദര കുട്ടുമ്പന്മാരായിട്ടുള്ള മീനുകളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. സോ വെറൈറ്റി മീനുകളെ കണ്ടുകൊണ്ടിരിക്കാം. സോ ലെറ്റ്സ് മൂവ്. സോ ഗൈസ്, ആക്ച്വലി ഈ മീനിന്റെ പേര് എന്തെന്ന് വെച്ചാൽ മുരൽ എന്നാണ് കേട്ടോ. സോ ഓപ്ഷൻ 800 രൂപയ്ക്കാണ് കേട്ടോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ റേറ്റ് വരുന്നത് 900. സോ ഗൈസ്, മുമ്പേ ഒരു സിംഗിൾ പീസ് കൊണ്ടുപോയി കണ്ടില്ലേ ഈ മീൻ്റെ. സോ അത് പോയത് 800 രൂപയ്ക്കായിരുന്നു. സോ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ റേറ്റ് ലാഭമായിരിക്കും കേട്ടോ. ലാസ്റ്റ് മറന്നാണ് 699. സോ ഗൈസ്, നമ്മളെപ്പോഴും ഹാർബറിൽ പോയി മീൻ മേടിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ലക്കിനായിരിക്കും കേട്ടോ ലാഭത്തിന് കിട്ടുന്നതും. അത് ഡിപ്പെൻസ് ആണ്, നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മുമ്പേ പോയത് കുറച്ച് ലാഭത്തിനായിരുന്നു, പക്ഷേ ഇപ്പം നഷ്ടത്തിനായിരുന്നു ഏറ്റവും അവസാനം 650 മീൻ പോയത്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ഹോൾസെയിൽ ഡീലർക്കാണ് കേട്ടോ ഈ മീൻ പോകുന്നത്. സോ അവർ ഫുള്ളോടെ അതിൻ്റെ വെയിറ്റ് തൂക്കിയിട്ട് ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 500. സോ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ മീനിൻ്റെ പുറത്ത് കുറച്ച് സ്കാർസും അതേപോലെ തന്നെ കുറച്ച് കട്ട്സും കാണുന്നില്ലേ, അത് ആക്ച്വലി ഈ വലിയ വലിയ മീനുകൾ വന്ന് ഇതിനെ ജസ്റ്റ് ഹുക്കപ്പ് ചെയ്യുമ്പം പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. സോ അതിൻ്റെയാണ് ഈ പാടുകളൊക്കെ കാണുന്നത്. 799. ആക്ച്വലി ഇപ്പോൾ കാണിക്കുന്ന മീനുകളെന്ന് പറയുന്നത് ചൂരയാണ് കേട്ടോ. ചൂര
പിന്നെ ആക്ച്വലി നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിനെ ജസ്റ്റ് ഹുക്കപ്പ് ചെയ്യുമ്പം പുറയുന്ന വേറെ വലിയ വലിയ മീനുകൾ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്ന വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. സോ അത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫുള്ളോടെ കൊണ്ടുപോകും, ചിലപ്പോൾ തല മാത്രം കിട്ടും. സോ അതാണ് കേട്ടോ ചിലർ ലേലം വിളിച്ച് മാറ്റി വെച്ചേക്കുന്നത്. സോ ഗൈസ്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മീൻ വിൽപ്പന അല്ലെങ്കിൽ മീൻ വാങ്ങിപ്പ് എന്ന് പറയുന്നത് ഒരു ലക്കിൻ്റെ ബേസിലാണ് കേട്ടോ നമുക്ക് ലാഭത്തിന് കിട്ടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളിപ്പം കുറച്ച് റേറ്റ് കൂടി മേടിച്ചിട്ട് ചിലപ്പോൾ അടുത്ത വരുന്ന ഇതേ മീൻ റേറ്റ് കുറവിനായിരിക്കും ആൾക്കാർ ലേലം വിളിച്ച് വാങ്ങാനില്ലെങ്കിൽ പോകുന്നത്. സോ അങ്ങനൊരു ഫാക്ടറിയുടെ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഗൈസ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പച്ച മീനാണ് അല്ലെങ്കിൽ ഫ്രഷ് മീനാണ് വാങ്ങിച്ച് കഴിക്കുന്നത് എത്ര വില കൊടുത്താലും എന്നൊരു സമാധാനം. സോ ഇവിടുന്ന് മീൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കും, പച്ച മീനൊക്കെ തന്നെയാണ്. സോ പക്ഷേ ഇതേപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കരുത്. കുറച്ച് ഐസൊക്കെ വാങ്ങി സെക്യൂറായിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും മീൻ പഴുക്കുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് ഒരു നൈറ്റിലൊരു 8 o'clock അല്ലെങ്കിൽ 8 മണിക്ക് ആകുമ്പോഴത്തേനും വരുവാണെങ്കിൽ അപ്പുറത്തെ ഹാർബറിൽ പോകുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ മീനിൻ്റെ അവൈലബിലിറ്റി ഞാൻ ഈ പള്ളിയുണ്ടോ, പള്ളിയോട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. ഇതാണ് ലാൻഡ് മാർക്ക് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് കയറി പോകുമ്പം വേറെ അതിനേക്കാൾ ചെറിയൊരു ഹാർബറാണല്ലോ. കൊച്ചു കൊച്ചു മീനുകളാണ് വരുന്നത്. സോ നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വരുവാണെങ്കിൽ ഇവിടെ വരുമ്പോഴായിരിക്കും കേട്ടോ മീനിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കൂടുതൽ കിട്ടുന്നത്. അതായത് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പം പ്രോപ്പർ അല്ലെങ്കിൽ മെയിൻ വാടി ഹാർബറിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും. സോ അത് ഫോളോ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നാൽ മതി. സോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഹാർബർ വരുന്നത്. നൈറ്റ് ടൈമിൽ കൂടുതൽ മീനുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ആയിരിക്കും കേട്ടോ. കാണുന്ന സ്പോട്ട് ഉണ്ടോ, ഇത് ഒരു ചെറിയ ഹാർബറാണ്, അപ്പുറത്തേക്ക് ചെറുതാണ്. സോ ഇവിടെ വന്നാൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ മീൻ മേടിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നാൽ കൂടുതൽ അവൈലബിലിറ്റി ആണ് കേട്ടോ അപ്പുറത്തേക്കാട്ടി. ഒരു രാത്രി ഒരു ടൈം എന്ന് പറയുമ്പോൾ ഒരു 8 മണി മുതൽ കണ്ടിന്യൂസ് ഇവിടെ മീൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ വലിയ മീനുകളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് നെയ്മീൻ, ആവോലി അങ്ങനത്തെ ടൈപ്പ് മീനുകളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അപ്പുറത്തെ ഹാർബറിൽ പോകുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ വേറെ എൻട്രൻസ് ആണ് കേട്ടോ. So guys, അത്രയ്ക്കുള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. So guys, for more fishing related or harbor related contents like this, so make sure you do like, share and subscribe, and stay tuned guys. Until then, the Angler Buddy signing off.